ഏറ്റവും വയലന്റ് ആയ മലയാളം ഫിലിം, നോട്ട് ഫോർ ദ ഫെയിന്റ് ഹാർട്ടഡ്. രക്തം കണ്ട തല കറങ്ങുന്നവർ ഈ ചിത്രം കാണാൻ നിൽക്കരുത്. ഇങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിനിമ എങ്ങനെയുള്ളതാവണം? അതറിയാൻ ഈ അടുത്തൊന്നും ഇത്ര നല്ല എക്സാമ്പിളായി പറയാവുന്ന ഒരു ഇന്ത്യൻ മൂവി ഇറങ്ങിയിട്ടില്ലെന്ന് ഒരു ചെറിയ സംശയം പോലും ഇല്ലാതെ പറയാം. ദാറ്റ്സ് മാർക്കോ ഫോർ യു. വെറുതെ ഒരു ആക്ഷൻ ഫിലിം എന്ന് പറയുന്നത് ഈ സിനിമയെ തരം താഴ്ത്തലാണെന്ന് പറയാം. സോ ഇറ്റ്സ് എ മാസ് ടോർച്ചർ ഫോൺ ആക്ഷൻ ആൻഡ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ട്രീറ്റ് ആയ മാർക്കോ കണ്ടിട്ട് വന്നു. സിനിമയെ പറ്റിയുള്ള ഒപ്പീനിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. കം. ഓക്കെ, ഒരു സംഭവം പ്രതീക്ഷിച്ച് ഒരു സിനിമ കാണാൻ കയറിയിട്ട് അത് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുകയും സിനിമയെയും മേക്കേഴ്സിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണെന്ന് പറയാൻ കഴിയില്ല. അതിനും കൂടെ ഒരു ഉദാഹരണമാണ് മാർക്കോ. ഏതാനും വർഷങ്ങൾക്കിടയിലെ മലയാള സിനിമ നോക്കിയാൽ സിനിമയിലെ കോണ്ടന്റും അതിന്റെ മേക്കിങ്ങും എങ്ങനെയായിരിക്കും എന്ന് നല്ലപോലെ മാർക്കറ്റ് ചെയ്യുകയും അത് തിയേറ്ററിൽ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതുമായ ഒരു ചിത്രം തല്ലുമാലയാണ്. ബട്ട് ആ ക്രെഡിറ്റ് ഈ മാർക്കോയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരും. ആസ് എ മൂവി തല്ലുമാലയേക്കാൾ ഇഷ്ടപ്പെട്ടു എന്നല്ല, പ്രൊമോഷൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. ബിക്കോസ് ടാഗ് ലൈൻസിലും പോസ്റ്റേഴ്സിലും ഇന്റർവ്യൂസിൽ കാസ്റ്റ് കൊടുത്തിരുന്ന ബൈറ്റ്സിലും ഒടുവിലിറങ്ങിയ ടീസറും അടക്കം ടിക്കറ്റ് എടുക്കുന്നത് എന്ത് പ്രതീക്ഷിച്ചാവണം എന്ന് നമ്മൾ പ്രിപ്പയർഡ് ആക്കിയ മറ്റൊരു സിനിമ തൽക്കാലം എന്തായാലും ആലോചിച്ചെടുക്കാൻ കഴിയുന്നില്ല. സോ റിലീസിന് മുമ്പേ തന്നെ വിജയിച്ചു തുടങ്ങിയ ഒരു സിനിമയാണ് മാർക്കോ. സിനിമയുടെ ക്രിയേറ്റീവ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിനും അതിനുള്ള ഗട്സ് കാണിച്ച പ്രൊഡ്യൂസേഴ്സിനും അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കുക തന്നെ വേണം. വളരെ ലൈറ്റ് ആയ ഒരു പ്ലോട്ടാണ്. നമ്മൾ ഓൾറെഡി മിഖായിൽ കണ്ടിട്ടുള്ള ബ്രദേഴ്സ്, സിദ്ദിഖിന്റെ ജോർജും ഉണ്ണിയുടെ മാർക്കോയും. അവരുടെ ഫാമിലി നടക്കുന്ന മർഡേഴ്സ്, അതിന് പിന്നാലെയുള്ള റിവെഞ്ച് റാംപേജ്, പിന്നെ നമ്മളിന്ന് ഹുക്ഡ് ആക്കാനായിട്ട് മാർക്കോയുടെ ആ ഫാമിലിയിലേക്കുള്ള എൻട്രിയും അയാൾ ആ കുടുംബത്തിന് വേണ്ടി കൊല്ലാനും ചാവാനും റെഡിയായി ജീവിക്കുന്നതിനുള്ള കാരണങ്ങൾ അതുകൂടി റഫായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പ്ലോട്ട് ചെറുതായി പോയത് കൊണ്ട് റൈറ്റിംഗ് വീക്ക് ആണെന്നൊക്കെ കംപ്ലൈന്റ് പറയുന്നവർ ജോൺ വിക് ഫിലിംസിന്റെയും ട്രാൻസ്പോർട്ടർ സീരീസിന്റെ ത്രെഡ് കൂടി സ്മരിക്കേണ്ടതാണ്. അപ്പോൾ ഏറെക്കുറെ ജെനുവിൻ ക്രിറ്റിസിസം കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്, ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ്. പക്ഷെ ജീവിതഗന്ധിയായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രം കാണാനല്ല മാർക്കോയ്ക്ക് ആളുകൾ കയറുന്നത് എന്നുള്ളത് കൊണ്ട് ശരിക്കുള്ള ടാർഗറ്റ് ഓഡിയൻസിന് പിന്നെ വേണ്ട കാര്യങ്ങൾ, അതായത് സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റൺസ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി, മറ്റ് ടെക്നിക്കൽ ആസ്പെക്ട്സ്, അങ്ങനെ ഓരോന്നും നോക്കിയാൽ 100-ൽ ഇത്ര എന്ന രീതിയിൽ മാർക്കിടാൻ അറിയില്ലെങ്കിലും സാധാരണ പ്രേക്ഷകർ എന്ന നിലയിൽ ഫസ്റ്റ് ക്ലാസിന് മുകളിൽ ഡിസ്റ്റിങ്ഷൻ സ്കോർ തന്നെ കൊടുക്കും. സ്റ്റൈലിഷ് ഷോട്ട്സ് എടുക്കാനുള്ള ഹനീഫ് അദിനയുടെ കഴിവിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ബട്ട് അതിനൊപ്പം വേണ്ട മറ്റ് ഫാക്ടേഴ്സ് കൂടി വർക്ക് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം രാമചന്ദ്ര ബോസൻകോ എന്ന ഡിസാസ്റ്റർ പ്രോമാക്സിൽ നിന്നും മാർക്കോ പോലൊരു പോയറ്റിക് സ്ലാഷറിലേക്കുള്ള ദൂരമാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ഒരു വേൾഡ് ബിൽഡിംഗ് സ്റ്റേജ് ആണ്. നമ്മൾ കാണാൻ വന്ന സിനിമ തന്നെയാണോ ഇതെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ബട്ട് ഒരു പ്രീ ഇന്റർവൽ ഫൈറ്റ് സീൻ എത്തുന്നത് മുതൽ അങ്ങോട്ട് ഒരു ടെസ്റ്റോസ്റ്റിറോൺ വേവിലാണ് ഓരോ സീൻസും സ്ക്രീനിൽ വരുന്നത്. എന്നിട്ടും ഇതിന്റെ പകുതി ഫീൽ പോലും തരാത്ത ആനിമൽ പോലൊരു സിനിമയിലുള്ള തരത്തിൽ ഒരു മിസോജനിക് എലമെന്റ് കാണാൻ കഴിയില്ല എന്നത് വളരെ അപ്രിഷ്യബിൾ ആയ കാര്യമാണ്. മാർക്കോ എന്ന ക്യാരക്ടറായിട്ട് ഉണ്ണിമുകുന്ദൻ എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ പുള്ളി അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തു എന്നും സിനിമയ്ക്ക് വേണ്ടത് അബ്സല്യൂട്ട് ആയിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്നും പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല. ഈ സിനിമ കൊണ്ട് പുള്ളിക്ക് കിട്ടുന്ന മൈലേജ് ഒക്കെ വെറുതെ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കാം, എങ്കിലും മൂവി ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്ന രീതി വെച്ച് അതിനൊന്നും മുതിരാതെ ഇരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ അവസരങ്ങൾ കിട്ടിയാൽ നല്ല കാര്യം. പക്ഷെ സ്വാഗ് മാറ്റി നിർത്തിയാൽ ചില പോർഷൻസിലെ മാസ് ഡയലോഗ് ഡെലിവറീസ് വെച്ച് നോക്കുമ്പോൾ ഒറ്റ സിനിമ കൊണ്ട് പുള്ളി ഒരു ഐക്കണായി മാറി എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. അതിന് ഹിൽ ഹാവ് ടു പുട്ട് മോർ എഫേർട്സ്. അതിന് കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ജഗദീഷ് ഏട്ടന്റെ നെവർ ബിഫോർ സീൻ അവതാറാണ് ടോണി എസക് എന്ന കഥാപാത്രം എന്ന് മലയാള സിനിമ പ്രേക്ഷകർക്ക് അറിയാത്ത കാര്യമല്ല. സ്യൂട്ടൊക്കെ ധരിച്ച് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ്, മാഫിയ ബിസിനസ് വേൾഡിലേക്ക് എത്തുമ്പോഴുള്ള അഡാപ്റ്റേഷൻ പുള്ളി ഏറ്റവും ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മറ്റ് ക്യാരക്ടേഴ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് മെഷർ ചെയ്യുകയോ കമ്പാരിസൺ നടത്തുകയോ ചെയ്താൽ മാത്രമാണ് അത് എൻജോയ് ചെയ്യാൻ ഒരു തടസ്സം നേരിടുക. മറ്റ് ആക്ടേഴ്സും അവരവരുടെ പോർഷൻസിൽ അഡിക്വേറ്റ് ആണ്. സോ മലയാളത്തിലെ ഏറ്റവും വയലന്റ് മൂവിയായി അഡ്വർടൈസ് ചെയ്തെത്തി നിലവിൽ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് ആക്ഷൻ സിനിമയായി ലേബൽ ചെയ്യപ്പെടുന്ന മാർക്കോ ആ പൊസിഷൻ കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യുന്ന മികച്ചൊരു സിനിമാറ്റിക് വർക്കാണ്. വീണ്ടും എടുത്തു പറയുന്നു അതിന്റെ ടാർഗറ്റ് ഓഡിയൻസിന്. പുഷ്പ 2 പോലെ ഒരു ചിത്രം കേരളത്തിൽ മാത്രം ഫ്ലോപ്പ് ആയത് ഒരു അംഗീകാരമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഒരു ഗ്രാൻഡ് വിക്ടറി സത്യത്തിൽ ഡിസേർവ് ചെയ്യുന്ന മാർക്കോയിലൂടെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ നമുക്ക് റീഎക്സ്പ്ലോർ ചെയ്യാം. നിങ്ങളുടെ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കും എന്ന് കരുതുന്നു. എത്ര വേഗം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.